നമസ്കാരം. വളരെ വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈന്തപ്പഴം ചെറുനാരങ്ങ മിക്സഡ് അച്ചാർ. വെൽക്കം ടു ദ വീഡിയോ. അച്ചാറിലേക്ക് ആവശ്യമായ ചെറുനാരങ്ങ 1/2 കിലോ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു നാരങ്ങ എടുത്ത് നടുവേ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ആ കഷ്ണത്തിനെ 4 ആക്കുക. അപ്പോൾ ഒരു നാരങ്ങയിൽ ഇതുപോലെ 8 കഷ്ണങ്ങൾ കിട്ടും. നമുക്ക് ഇതേപോലെ നാരങ്ങകളെല്ലാം അരിഞ്ഞെടുക്കാം. 1/2 കിലോ നാരങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കിലോ നാരങ്ങയാണ്, അതുകൊണ്ട് 5 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാരങ്ങ കഷ്ണങ്ങൾ മാറ്റി വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് അടുത്ത ഈന്തപ്പഴം എടുത്തിട്ട് കട്ട് ചെയ്യാം. അടുത്തതായിട്ട് ഈന്തപ്പഴത്തിലേക്ക് ഒരു 3 ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് ഈന്തപ്പഴം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതേപോലെ തന്നെ നാരങ്ങ ഉപ്പിട്ട് വെച്ചത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈന്തപ്പഴം വിനാഗിരി ഒഴിക്കുന്നത് ഈന്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആകാൻ കൂടി ആണ്. പിന്നെ ഈന്തപ്പഴത്തിലേക്ക് നാരങ്ങയുടെ കയ്പ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈന്തപ്പഴത്തിലേക്ക് വിനാഗിരി ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇതൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഗ്യാസ് ഓണാക്കിയിട്ട് ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഒരു 3 ടീസ്പൂൺ ഇഞ്ചി നീളത്തിലരിഞ്ഞത് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. 20 അല്ലി ചെറിയ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് റൗണ്ടിലരിഞ്ഞത് ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ആഡ് ചെയ്യാം. ഗ്യാസ് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം നന്നായിട്ട് മസാല മുളക് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 4 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് വെള്ളത്തോട് കൂടിയ നാരങ്ങ അതേപോലെ തന്നെ ഒന്നും ചെയ്യാതെ അതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ നാരങ്ങ കഷ്ണങ്ങൾ ഒരു 3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട ഈ നാരങ്ങ കഷ്ണങ്ങളാണ്. ഇത് നന്നായിട്ടൊന്ന് 3 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങ 3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം വിനാഗിരിയിൽ ഇളക്കി വെച്ച ഈന്തപ്പഴം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കാതെ നാരങ്ങയുടെ മുകളിൽ മാത്രം ഈന്തപ്പഴ കഷ്ണങ്ങൾ ഒതുക്കി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഗ്യാസ് സിമ്മിൽ തന്നെ വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു 3 മിനിറ്റ് ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വയ്ക്കാം. 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 3 മിനിറ്റ് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റും കൂടെ ഓപ്പണാക്കി വെച്ചിട്ട് ഇത് ഗ്യാസിൽ തന്നെ വെച്ച് 3 മിനിറ്റും കൂടെ
വേവിച്ചെടുക്കാം. ഈ നാരങ്ങ അച്ചാർ 5 ദിവസം ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ നാരങ്ങയുടെ കയ്പ്പും ഈന്തപ്പഴത്തിൻ്റെ മധുരവും എല്ലാം കൂടെ ബാലൻസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇതിൽ കയ്പ്പുണ്ടാവാം കുറച്ച്, 2-3 ദിവസം വെച്ചതിന് ശേഷം അത് ബാലൻസ് ആയതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. 5 ദിവസത്തിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടും സൂക്ഷിക്കാം. 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഈന്തപ്പഴം നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.